തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധന 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 യേശുനാഥ. ആരാധന 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 യേശുനാഥ. ഹല്ലേലൂയ 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 യേശുനാഥ. ഹല്ലേലൂയ 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 യേശുനാഥ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവമേ ആരാധന സ്തുതിക്കുന്നു. പിതാവേ ഞങ്ങളെ ഈ രാത്രിയിൽ ഒരുമിച്ച് കൂട്ടിയതിന് നന്ദി പറയുന്നു. അവിടുത്തെ വലിയ കാരുണ്യത്തെ ഞങ്ങളെല്ലാവരെയും നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു. അവിടുത്തെ സ്നേഹവാത്സല്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഈ അത്ഭുത രാത്രിയോർത്ത് നന്ദി പറയുന്നു. എല്ലാ പാപക്കടകളും കഴുകി വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ വലിയ അനുഗ്രഹത്താൽ നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ ലോകത്തിലെമ്പാട് നടക്കുന്ന ആരാധനകളോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവമേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. എല്ലാം സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ സ്തുതിക്കുന്നു, പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വസിച്ചോട്ടെ പാദങ്ങൾ ചുംബിച്ചോട്ടെ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ.
വീശി. ആരാധന ആരാധന യേശുനാഥ ആരാധന 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 യേശുനാഥ ആരാധന 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 യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. നമുക്കറിയാം, കാലത്തിൻ്റെ തികവിൽ വചനം ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. നമുക്ക് വേണ്ടി വചനം ഭൂമിയിൽ അവതരിച്ച് അപ്പമായി തീർന്ന് അവിടുന്ന് നമ്മുടെ രക്ഷയായി മാറി. പ്രിയപ്പെട്ടവരെ, ഈ രക്ഷകനിതാ ഈ രാത്രിയിൽ നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ രാത്രിയിൽ ലോകത്തിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന ആരാധനകളോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നമ്മളോടൊപ്പം ലോകത്തിൽ ശാലോം TV പ്രേക്ഷകരായി 10,000-കണക്കിന് ആളുകളാണ് ഈ സമയം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ ലോകത്തില് ധ്യാന കേന്ദ്രങ്ങളിലും ശുശ്രൂഷാ ഭവനങ്ങളിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ആരാധനകളോടും ചേർന്ന് നമുക്ക് മനസ്സ് വയ്ക്കാം, ഹൃദയം വെക്കാം. പ്രിയപ്പെട്ടവരെ, ഇത് അത്ഭുതത്തിൻ്റെ രാത്രിയാണ്. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല. ഇനിയും ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കാനാകും. ഈ അത്ഭുതത്തിൻ്റെ രാത്രിയിൽ ദൈവം നമ്മളെ കരങ്ങളിൽ പൂർണ്ണമായി നമ്മളെ ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുകയാണ്. എല്ലാ അനുഗ്രഹങ്ങളെയും നിർച്ചാലായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുവാൻ എഴുന്നള്ളിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട യേശു, നമ്മളെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന നമ്മുടെ ദൈവം, നമ്മുടെ വിശുദ്ധീകരണം ആഗ്രഹിക്കുന്ന ദൈവം, നമ്മളെ വിശുദ്ധിയിലേക്ക് നയിച്ചിരിക്കുന്ന വിളിച്ചിരിക്കുന്ന ദൈവം ഇതാ അത്ഭുതകരമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നു. സമർപ്പിക്കാൻ നമുക്ക് നമ്മളെ പൂർണ്ണമായി, വിട്ടുകൊടുക്കാൻ നമ്മളെ പൂർണ്ണമായി, നമ്മുടെ ശിരസ് മുതൽ പാദം വരെയുള്ള ഓരോ കോശങ്ങളെയും ദൈവകരങ്ങളിലേക്ക്, നമ്മുടെ ആഗ്രഹങ്ങളെ വിട്ടുകൊടുക്കാൻ നമുക്ക്, നമ്മുടെ മനസ്സിനെ നമുക്ക് വിട്ടുകൊടുക്കാം, നമ്മുടെ ഹൃദയത്തെ നമുക്ക് വിട്ടുകൊടുക്കാം, നമ്മുടെ വികാര വിചാരങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. വെളിപാട് പുസ്തകം 3 നമ്മൾ വായിക്കുന്നുണ്ട്. ഇതാ ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്തു പ്രവേശിക്കുകയും അവനോടൊപ്പം വിരുന്നിനിരിക്കുകയും ചെയ്യും. ഇതാ ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്തു പ്രവേശിക്കുകയും അവനോടൊപ്പം വിരുന്നിനിരിക്കുകയും. പ്രിയപ്പെട്ടവരെ, കർത്താവിതാ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ രാത്രിയിൽ മുട്ടുകയാണ്. നമുക്ക് തുറന്നു കൊടുക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ വികാരങ്ങളെല്ലാം കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് പങ്കുവെക്കാം. എന്തുമായിക്കൊള്ളട്ടെ നമ്മുടെ ഹൃദയ വികാരങ്ങൾ, ആയിരിക്കുന്ന അവസ്ഥയിൽ കർത്താവിന് നമ്മുടെ ഹൃദയം തുറന്നു കൊടുത്തുകൊണ്ട് കർത്താവേ നീ വരണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തിന്റെ വികാര വിചാരങ്ങൾ അറിയാവുന്ന കർത്താവ് അതെല്ലാം ഏറ്റെടുത്ത് ആവശ്യമായ സൗഖ്യം നൽകി, ആവശ്യമായ ക്രമങ്ങൾ നൽകി, ആവശ്യമായ വരങ്ങൾ നൽകി നമ്മളെ ജ്വലിപ്പിക്കട്ടെ, ആശീർവദിക്കട്ടെ. വീണ്ടും കർത്താവിതാ നമ്മുടെ ശരീരത്തിന്റെ വാതിൽക്കൽ മുട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തെ മുഴുവൻ ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. ഈ ശരീരത്തിലെ ഓരോ കോശത്തിന്റെയും മേൽ അധികാരമുള്ള കർത്താവ്, നമ്മളെ സൃഷ്ടിച്ച കർത്താവ്,
ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ഒരു വാക്കാൽ ഭൂമി മുഴുവൻ സൃഷ്ടിച്ചു. അവിടുത്തെ സ്വന്തം ഛായയിലും സദൃശ്യത്തിലും നമ്മയും കാര്യമായി സൃഷ്ടിച്ചു. അങ്ങനെ എല്ലാറ്റിന്റെയും മേൽ അധികാരമുള്ള കർത്താവിന് നമ്മുടെ ശരീരത്തിന്റെ മേൽ അധികാരമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുക. ആ ശരീരത്തിൽ മുട്ടുന്ന കർത്താവിന് ശരീരം മുഴുവൻ നമുക്ക് വിട്ടുകൊടുക്കാം. ശരീരത്തിന്റെ എല്ലാ അവസ്ഥകളും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. വേദനകളായിക്കോട്ടെ, ശരീരത്തിന്റെ മരവിപ്പുകളായിക്കോട്ടെ, ആരോഗ്യമില്ലാത്ത അവസ്ഥകളായിക്കോട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ദൈവകരങ്ങളിലേക്ക് ശരീരത്തെ വാതിലിതാ നമുക്ക് തുറന്നു കൊടുക്കും. ഇതാ ഹൃദയത്തിന്റെ വാതിലിതാ കർത്താവ് മുട്ടുന്നു. ഈ രാത്രിയില് നമ്മുടെ ഹൃദയം കർത്താവിന് തുറന്നു കൊടുക്കാം. പലതരത്തിലെ പല കാര്യങ്ങൾ കൊണ്ട് ഹൃദയം നിറച്ചൊഴിക്കുന്ന നമുക്ക് അങ്ങനെയുള്ള അവസ്ഥകളെ മുഴുവൻ സമർപ്പിച്ച്, കർത്താവേ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് കടന്നു വരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കും. ഈ ഹൃദയത്തിന്റെ കർത്തൃത്വം അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച് ഹൃദയം മുഴുവൻ ഇതാ കർത്താവിനെ നമുക്ക് ഈ രാത്രി തുറന്നു കൊടുക്കാം. ഇതാ നമ്മുടെ കുടുംബത്തിന്റെ വാതിൽ കർത്താവ് മുട്ടുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. അടച്ചിട്ട് ഒരു മുറികളും നമ്മുടെ കുടുംബകാര്യങ്ങളിൽ ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാ അവസ്ഥകളിലേക്കും, കുടുംബ ബന്ധങ്ങളിലേക്ക്, കുടുംബത്തിന്റെ തകർച്ചകളിലേക്ക്, കുടുംബത്തിന്റെ രോഗങ്ങളിലേക്ക്, കുടുംബത്തിന്റെ അസ്വസ്ഥതകളിലേക്ക്, കുടുംബത്തിന്റെ നിയോഗങ്ങളിലേക്ക്, കുടുംബത്തിന്റെ ബന്ധങ്ങളിലേക്ക് എല്ലാം കർത്താവ് ഈ രാത്രി കടന്നു വരട്ടെ. നമുക്കിതാ കുടുംബം മുഴുവൻ ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് തുറന്ന് കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. നമ്മുടെ ജോലി മേഖലകൾ, നമ്മുടെ കൃഷി മേഖലകൾ, നമ്മുടെ സമർപ്പിത മേഖലകൾ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് അവിടെ എല്ലാം ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി അവിടെ എല്ലാം കർത്താവ് വിരുന്നിനിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആഗ്രഹിക്കാം നമുക്ക്. കാരണം കർത്താവ് വിരുന്നിനിരിക്കുന്ന അവസ്ഥയാണ് ഏറ്റവും ആനന്ദദായകമായ അവസ്ഥ. സാധാരണ വിരുന്നുകൾ നമുക്ക് സന്തോഷം തരുന്നല്ലോ. കർത്താവ് നമ്മളുടെ കൂടെ വിരുന്നിനിരിക്കുമ്പോൾ അത് നമുക്ക് ആനന്ദം പകരും. നമുക്ക് എല്ലാ മേഖലകളും വിട്ടുകൊടുത്തുകൊണ്ട് കരങ്ങൾ പൂർണ്ണമായി ഉയർത്തിക്കൊണ്ട്, കർത്താവ് എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ കുടുംബവും എൻ്റെ ജീവിതവും എല്ലാം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന കർത്താവിന്, കടന്നു വരുന്ന കർത്താവിനെ സ്തുതിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടി സ്തുതിക്കട്ടെ. വലിയ അത്ഭുതത്തിന്റെ ഈ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാം സമർപ്പിക്കുന്ന കർത്താവേ, സമർപ്പിക്കുന്ന എല്ലാം വിട്ടുതരുന്നു. പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കുന്നു. ശരീരത്തിന് ഇടപെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹൃദയത്തിലേക്ക് കടന്നു വരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ജീവിതത്തിൽ ഇടപെടുന്ന നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി ദൈവം നമ്മുടെ ജീവിതത്തിൽ ഭക്ഷിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ്, ഇടപെടുന്ന നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രത്യാശയോടെ കരങ്ങളടിച്ച് നമുക്ക് പാടി ദൈവത്തെ ഈ രാത്രിയിൽ മഹത്വപ്പെടുത്താം. കരങ്ങളടിച്ച് പാടുന്നു. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. വിടുതൽ എന്നും ഭാവിക്കാം.
നൽകുന്നവൻ. എല്ലാം ദൈവകരങ്ങളിലേക്ക് ഭക്തിയോടെ സമർപ്പിക്കാം. പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന ശക്തിയുള്ള പ്രാർത്ഥന ഫലിക്കും, രോഗിക്കു സൗഖ്യം. നീതിമാന്റെ പ്രാർത്ഥന ശക്തിയുള്ള പ്രാർത്ഥന ഫലിക്കും, രോഗിക്കു സൗഖ്യം. അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കും സ്വർഗത്തിൻ കലവറ പ്രാപിക്കാം എത്രയോ നന്മകൾ. എല്ലാം സമർപ്പിക്കാം, പൂർണ്ണമായി വിട്ടുകൊടുക്കാം. നമ്മുടെ രോഗാവസ്ഥകള്, നമ്മുടെ അസ്വസ്ഥതകളെല്ലാം സമർപ്പിക്കട്ടെ. ഈ നിമിഷങ്ങളിൽ വലിയ അത്ഭുതത്തിന്റെ ഈ രാത്രിയോർ നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ട് എല്ലാം സമർപ്പിക്കട്ടെ. നമ്മുടെ രോഗാവസ്ഥകളെ സമർപ്പിക്കുന്നു, നമ്മുടെ വേദനകളെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങൾക്ക് രോഗമുള്ള ചില ശരീരത്തിന്റെ ഭാഗങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് സാധിക്കുമെങ്കിൽ പൂർണ്ണമായി വിശ്വാസത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. അത്ഭുതം നടക്കുന്ന ഈ സമയങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ലോകത്തിലെമ്പാടും പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. എല്ലാ ശാരീരിക അസ്വസ്ഥതകളെ സമർപ്പിക്കുന്നു. ഈ നിമിഷങ്ങളെ കർത്താവ് വലിയ ഇടപെടൽ നടത്തുന്ന ഈ വലിയ അനുഗ്രഹ നിമിഷങ്ങളെ ഓർ നന്ദി പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. വിശുദ്ധരുടെ വലിയ മാധ്യസ്ഥ ശക്തി നമുക്ക് ലഭിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും സമർപ്പിക്കട്ടെ. ശിരസ് മുതൽ പാദം വരെ പൂർണ്ണമായി സമർപ്പിക്കട്ടെ. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കർത്താവിന്റെ കൃപ കടന്നു വരട്ടെ. ശാരീരിക അസ്വസ്ഥതകൾ കർത്താവ് ഏറ്റെടുക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടുംബ ബന്ധങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കട്ടെ. കുടുംബ ബന്ധങ്ങളിൽ തകർച്ച അനുഭവിക്കുന്ന വ്യക്തികൾ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ല, പരസ്പരം ക്ഷമിക്കാൻ പറ്റുന്നില്ല, പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നില്ല, പരസ്പരം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. സംശയ രോഗങ്ങൾ ഈ രീതിയിൽ കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കട്ടെ. ആ മേഖലകളെ സമർപ്പിക്കട്ടെ. ജീവിത പങ്കാളിയെ സമർപ്പിക്കട്ടെ. മക്കളെ സമർപ്പിക്കട്ടെ. മാതാപിതാക്കളെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജോലി മേഖലകളെ സമർപ്പിക്കുന്നു. ഈ സമയത്ത് ജോലി മേഖലകളെല്ലാം സമർപ്പിക്കുന്നു.
ജോലി മേഖലകളിൽ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകള്, ആ മേഖലകളിൽ അനുഭവപ്പെടുന്ന അസ്വസ്ഥതകള്, ശമ്പളം കിട്ടുന്നില്ല, സാമ്പത്തികമായ തടസ്സങ്ങളുണ്ട്, ജോലി മേഖലകളിലെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു, പലതരത്തിലുള്ള സ്റ്റാഫുകളിൽ നിന്നൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു. ആ മേഖലകളെല്ലാം സമർപ്പിക്കുന്നു. ഈ നിമിഷം കർത്താവ് പ്രത്യേകിച്ച് ഇടപെടട്ടെ. ആ മേഖലകളിലെല്ലാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ, ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കട്ടെ.